പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടത്തിയ ക്രൈസ്തവ അവഹേളനത്തിനെതിരെ പ്രതികരണവുമായി ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലോയേഴ്സ് ഓഫ് സ്പെയിൻ. സംഘാടകർക്കെതിരെ തയ്യാറാക്കിയ നിവേദനത്തിൽ 80,000-ഓളം വിശ്വാസികളാണ് ഒപ്പുവെച്ചത്. ഈശോയുടെ തിരുവത്താഴത്തെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിച്ച പരിപാടിക്കെതിരെ അനേകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ടെസ്ല സ്ഥാപകനായ ഇലോൺ മസ്ക് ഉൾപ്പെടെ പരിപാടിയെ വിമർശിച്ചതോടെ ലോകത്തിൻ്റെ വിവിധ കോണിൽ നിന്നും പ്രതിഷേധം ഉയരുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. മുമ്പ് നടത്തപ്പെട്ട ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരെയും അപമാനിക്കാത്ത രീതിയിൽ തീർത്തും ആരോഗ്യപരമായിട്ടായിരുന്നു നടത്തിയതെന്നും, എന്നാൽ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു മതത്തെ അങ്ങേയറ്റം അപമാനിക്കുന്ന രീതി സ്വീകരിച്ചിരിക്കുകയാണെന്നും അഭിഭാഷകർ തയ്യാറാക്കിയ നിവേദനത്തിൽ പറയുന്നു. ക്രൈസ്തവരുടെ വിശ്വാസങ്ങളെ അടിച്ചമർത്താൻ ലോകമെമ്പാടും നിരവധി പ്രേക്ഷകരുള്ള ഒളിമ്പിക്സിനെ ഉപയോഗിച്ചത് അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും സംഘടന വ്യക്തമാക്കി. അതിനാൽ ഈ ഉദ്ഘാടന ചടങ്ങ് ആസൂത്രണം ചെയ്ത വ്യക്തി മാതൃകാപരമായി ശിക്ഷിക്കപ്പെടാതെ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്നും ക്രിസ്ത്യൻ അഭിഭാഷകർ വ്യക്തമാക്കി.